നമസ്കാരം. എല്ലാ ഗവൺമെൻറ്റും വരുമ്പോൾ ആദ്യ മാസങ്ങളിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ കൂടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കം വളരെ വേഗത്തിലാക്കും. പക്ഷെ പലപ്പോഴും അത് വിചാരിക്കുന്ന വേഗത്തിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പല ഫയലുകളും കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അത് നീങ്ങില്ല. അത് കാരണം ഫയലെല്ലാം കൂടെ നീക്കി എല്ലാം കൂടെ ഒരു ദിവസം തീർപ്പാക്കിയപ്പോഴേ ഫയൽ വേണ്ടേ? അങ്ങനെ നീക്കൂല. നീങ്ങുകയുമില്ല, നീക്കുകയുമില്ല. അത് രണ്ടും ഉണ്ട് പ്രശ്നം. വർക്ക് ലോഡിൻ്റെ പ്രശ്നവുമുണ്ട്. അങ്ങനെ അങ്ങോട്ട് നീക്കുകയുമില്ല. അപ്പോൾ ഇതൊക്കെ പറയാം എന്നുള്ളതല്ല. ഇപ്പോൾ വി.ഡി. സതീശൻ അവർകളും പറഞ്ഞിരിക്കുന്നത് DAയുടെ ഫയൽ, DRൻ്റെ ഫയൽ, ശമ്പള പരിഷ്കരണ ഫയൽ, എല്ലാ ഫയലുകളും വേഗത കൂട്ടും, ഉടനെ തന്നെ തീരുമാനമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പോലെ അതൊരു സ്പീഡ് കൂട്ടുന്നതിനുള്ള പ്രത്യേക തന്ത്രമൊക്കെ ആവിഷ്കരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യത്തിൽ ഒരു എളുപ്പമുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളായതുകൊണ്ട് ധനകാര്യ വകുപ്പിൽ ഫയലുകൾ കുരുങ്ങിപ്പോകാതെ മുഖ്യമന്ത്രിക്ക് നോക്കാൻ പറ്റും. അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാര്യം ക്യാബിനറ്റിൽ വരേണ്ട നോട്ടുകൾ, മുഖ്യമന്ത്രി കാണേണ്ട നോട്ടുകൾ, മറ്റ് മന്ത്രിമാരുടെ ഡിമാൻഡുകൾ, ധനാഭ്യർത്ഥനകൾ, ഇതൊക്കെ ധനകാര്യ വകുപ്പിലും ഫിനാൻസ് വകുപ്പിലാണ് പലപ്പോഴും കൊറിയടിച്ച് കിടക്കുന്നത്. അത് മാസങ്ങളോളം അവിടെ കിടക്കും. എക്സ്പെൻഡിച്ചർ പോയ എക്സ്പെൻഡിച്ചർ കിടക്കുക, എക്സ്പെൻഡിച്ചർ പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ABCD എന്ന് പറഞ്ഞ് കുറേ വിഭാഗമുണ്ട്. അവർ തട്ടിക്കളിക്കും. ഈ ഫയലിട്ട് അവർ തട്ടിക്കളിക്കും. അപ്പോൾ അവരൊരു പ്രത്യേക വിഭാഗമാണ്. അവരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കൈകാര്യം ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ആ ഒരു വിഭാഗത്തെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ വിഭാഗത്തെയും അതുപോലെ തന്നെ 2-3 വിഭാഗത്തെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ ഫയൽ നീക്കം വളരെ വേഗത്തിലാണ്. ഫിനാൻസിലാണ് ഇപ്പോഴൊരു വലിയ കാര്യം വി.ഡി. സതീശൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വകുപ്പിലും ഒരു ഫിനാൻസ് ഓഫീസറെ, സീനിയർ ലെവലുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഫിനാൻസ് ഓഫീസറെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ വേഗത്തിൽ ഫയലുകൾ എല്ലാം കൂടെ എടുത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് മറിക്കേണ്ട കാര്യമില്ല. ഈ ഫിനാൻസ് ഓഫീസർ അഡ്വൈസറുടെ അടുത്ത് വരുമ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് ഫയൽ തിരിച്ചു കൊടുക്കും. ഒരു കാരണവശാലും അത് സെക്രട്ടറി വീണ്ടും ഫിനാൻസ് വകുപ്പിലേക്ക് അയക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി മാത്രം അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇങ്ങോട്ട് അയച്ചാൽ മതി. റാറ്റിഫൈ ചെയ്യാൻ പോലും അയക്കേണ്ട. അതിൻ്റെ ഒരു ഫയൽ ഡീറ്റെയിൽസ് മാത്രം അയച്ചാൽ മതി. കാരണം ഫയൽ ഇപ്പുറത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെൻറ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, അഡ്വൈസർ എല്ലാ വകുപ്പിലും അങ്ങനെ അഡ്വൈസർമാരെ വെക്കാൻ തീരുമാനിച്ചു. വളരെ ഉയർന്ന തസ്തികയിലുള്ള ഒരു റാങ്കിലുള്ള ഒരാളിനെയാണ് വയ്ക്കുന്നത് എല്ലാ വകുപ്പിന് വേണ്ടിയിട്ടും. അപ്പോൾ 20-30 പിന്നെ മന്ത്രിമാർക്ക് തന്നെ 20 മന്ത്രിമാർക്ക് തന്നെ 10-60 വകുപ്പുകളുണ്ട്. എല്ലാവർക്കും 2-3 വകുപ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വകുപ്പിനെയും കണക്കാക്കി കുറേ അധികം ഉദ്യോഗസ്ഥർക്ക് ഇത് കൊടുക്കും. വലിയ വകുപ്പുകൾക്കും ചെറിയ വകുപ്പെല്ലാം കൂടെ ചേർത്ത് ഉദ്യോഗസ്ഥർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ അധികാരം ഉള്ളത് കൊണ്ട് അതങ്ങ് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ വരുന്ന ബാക്കിയുള്ള ഫയലുകൾ മാത്രമേ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് വരികയുള്ളൂ. അത് ഈ പറഞ്ഞ കണക്ക് ഇതൊന്ന് മാറ്റിപ്പിടിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇന്നൊരു മുന്നുദാഹരണമുണ്ട്. നേരത്തെ ഇവിടെ രമൺ ശ്രീവാസ്തവയാണ് എന്ന് തോന്നുന്നു. അതെ, രമൺ ശ്രീവാസ്തവ DGP ആയിരുന്നപ്പോൾ അന്നും വക്കം പുരുഷോത്തമനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. അന്നും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് പണ്ടേ ഉണ്ടല്ലോ. നമ്മൾ പാവപ്പെട്ടവരും ദരിദ്രനാണല്ലോ. അപ്പോൾ ആ ഫിനാൻഷ്യൽ ക്രൈസിസിൽ ശരിക്കും പറഞ്ഞാൽ വാഹനം വാങ്ങലൊക്കെ ഒന്ന് തടസ്സപ്പെടുത്തി. ആ സമയത്താണ് 100-100ഓളം വാഹനം വാങ്ങാനുള്ള വലിയൊരു പ്രപ്പോസൽ ബഡ്ജറ്റിൽ പൈസ വെച്ചത്. ആർക്ക്? പോലീസ് വകുപ്പിന്, അവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ. പക്ഷേ ഈ ഫയൽ രമൺ ശ്രീവാസ്തവ സെക്രട്ടേറിയറ്റ് അയച്ചപ്പോൾ ധനകാര്യ വകുപ്പ് കുറയിട്ട് കൊരുത്ത് തിരിച്ചു കൊടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ രമൺ ശ്രീവാസ്തവ ഫയൽ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിന്ന്, താങ്കൾ എന്ത് മുഖ്യമന്ത്രിയെ കോപ്പിലെ മുഖ്യമന്ത്രിയാണ് പോയി എന്ന് മനസ്സിൽ അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. എവിടത്തെ മുഖ്യമന്ത്രിയാണ് പോയി? താങ്കൾ എന്തിനാ പോയി ബഡ്ജറ്റിൽ ഈ പൈസയൊക്കെ വെച്ചത്? ഏത് മന്ത്രി പോയി? ഇവിടെ ആര് പോയി? മന്ത്രി വക്കം പുരുഷോത്തമൻ ഏത് മന്ത്രി പോയി എന്നൊക്കെ ചോദിച്ച് ധനകാര്യമന്ത്രിയും കുടഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ തന്നിട്ടുള്ള പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ബഡ്ജറ്റ് സമയത്താണ്. നിങ്ങൾ ബഡ്ജറ്റിൽ റിജക്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ബഡ്ജറ്റിൽ വെച്ച് മോഹിപ്പിച്ച് ഞങ്ങൾ അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നീക്കി. ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് പൈസ തരണം. അത് കണ്ടെത്തുക, ബഡ്ജറ്റിൽ വയ്ക്കുന്ന പൈസ കണ്ടെത്തുക എന്നുള്ളത് ധനകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ IAS ജോലിയാണ്. ഇല്ലെങ്കിൽ ഇത് വയ്ക്കരുത്, തട്ടിപ്പാണെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു നാളെ പത്രക്കാരോട്. കരുണാകരൻ വിചാരിച്ചപ്പോൾ ശരിയാണല്ലോ, ഇതെന്തോന്ന് തോന്നിയ മോശമല്ലേ കാണിക്കണവന്മാർ. ബഡ്ജറ്റ് വയ്ക്കുക, കൊടുക്കാതിരിക്കുക, കൊടുത്തിട്ട് പിന്നെ പോയി ഓഡിറ്റ് ചെയ്യുക, ഇത് നടത്താനല്ലേ അപ്പോൾ കാര്യങ്ങളെന്ന് പറഞ്ഞു. കരുണാകരൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ്, എന്തൊക്കെ നിർത്തിവെച്ചാലും ശരി, ഭരണം പോയാലും ശരി, ഉടനെ തന്നെ സെക്രട്ടേറിയറ്റ് സ്തംഭിച്ചാലും ഉടനെ രമൺ ശ്രീവാസ്തവയ്ക്കുള്ള പൈസ റിലീസ് ചെയ്യാൻ പറഞ്ഞു. നടന്ന സംഭവമാണ് കേട്ടോ, ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ. ഉടനെ തന്നെ പൈസ റിലീസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കരുണാകരൻ തിരുവനന്തപുരം തൈക്കാട് പോലീസ് സ്റ്റേഷനിൽ ഈ വണ്ടി 10-100 വണ്ടിയുണ്ട്, 100ഇല്ല എന്നാലും കുറേ അധികം വണ്ടിയുണ്ട്. ഈ വണ്ടികളെ ഫ്ലാഗ് ഓഫ്, നീല അടിപൊളി ബസ്സുകൾ,
പിന്നെ പോലീസ് ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത് നടന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ബഡ്ജറ്റിൽ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, പിന്നെ ഒരു ടെക്നിക്കൽ സാങ്ഷൻ, പിന്നെ ഒരു ഫിനാൻഷ്യൽ സാങ്ഷൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഫിനാൻഷ്യൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും എല്ലാം ചേർന്നതാണ് ഈ പ്രോജക്റ്റ്. അതിന് മുമ്പ് വെറ്റ് ചെയ്തോളൂ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഓർഗനൈസേഷൻ, ഒരു സയൻറ്റിഫിക് ഓർഗനൈസേഷൻ, ഒരു ഗവേഷണ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു പഠന സ്ഥാപനം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രപ്പോസൽ തന്നാൽ അത് വെറ്റിംഗ് കമ്മിറ്റി ആദ്യം വയ്ക്കണം. അത് വെറ്റിംഗ് കമ്മിറ്റി വെച്ച് വെറ്റ് ചെയ്ത് അവിടെ വെച്ച് ക്ലിയർ ചെയ്തോണം. ഡിസ്കഷനും പരിപാടികളൊക്കെ അവിടെ വെച്ച് ക്ലിയർ ചെയ്തോണം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ആദ്യം ബഡ്ജറ്റ് പൈസ വയ്ക്കും. ബഡ്ജറ്റ് പൈസ വയ്ക്കുന്നതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അതിൻ്റെ നോട്ടൊക്കെ കിട്ടുമ്പോൾ തന്നെ 2 മാസമാവും. അവരെന്നിട്ട് തിരിച്ചും AS എഴുതും. അപ്പോൾ അവിടെ ഇരുന്ന് ഉരുട്ടി അതെല്ലാം പോയി ഫിനാൻസ് വരെ പോയിട്ട് ഒരു AS കിട്ടും. AS കഴിഞ്ഞുകൊണ്ട് FS എഴുതും. FS എഴുതുമ്പോൾ ഫിനാൻസിൻ്റെ ഒരാളൂടെ വന്നിരുന്ന ഒരു ക്രോസ് ക്വസ്റ്റ്യനാണ്, എന്തിനാണ് ഈ പ്രൊജക്റ്റ് എടുത്തത്, ആരാണ് ഈ പ്രൊജക്റ്റ് എടുക്കാൻ പറഞ്ഞത്, ഈ പ്രൊജക്റ്റിൻ്റെ വള്ളി പുള്ളി എല്ലാം പറയൂ എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ നാശക്കോട്ടയാക്കി കുറേ ഡയലോഗ് ചെയ്തു. ഭയങ്കര ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് 50% പൈസ തരാം, വേറെ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്ത് പിന്നെ ഈ യവന്മാർക്ക് ശമ്പളം കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റി പോറ്റണം. ഇതൊക്കെ ചെയ്യാനാണ്. അത് കൊടുക്കാതെ അവരിരുന്ന് ചുമ്മാ തിന്നുകൊണ്ട് പോകും, ശമ്പളം തിന്നുകൊണ്ട് പോകും. അവർക്ക് പ്രോജക്റ്റിന് പൈസ കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റും. അത് അറിഞ്ഞുകൂടാ, കൊടുക്കില്ല. ഈ പണി മാറ്റാൻ VD സതീശന് കഴിയുമോ മുഖ്യമന്ത്രി? അതായത് ബഡ്ജറ്റിന് മുമ്പേ വെറ്റിംഗ് ഒക്കെ നടക്കട്ടെ. മാർച്ചിലാണല്ലോ പലപ്പോഴും ബഡ്ജറ്റ് വരുന്നത്, അല്ലെങ്കിൽ ജനുവരിയിലാണല്ലോ. ഡിസംബറിൽ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് വിളിക്കുക. ആ പ്രോജക്റ്റിൻ്റെ വെറ്റിംഗ് പ്രോസസ്സ് ഒരു ഹിമാലയൻ ടാസ്ക് പോലെ, ഒരു യജ്ഞം പോലെ നടത്തി തീർക്കുക. എന്നിട്ട് ആവശ്യമുള്ള പദ്ധതികൾ മാത്രം ബഡ്ജറ്റിൽ വയ്ക്കുക. ബഡ്ജറ്റിൽ വെച്ചാൽ പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ബഡ്ജറ്റിലുള്ളവർക്ക്, അതായത് ബഡ്ജറ്റിലേക്ക് പ്രപ്പോസൽ തന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രഷറി പോയി പൈസ മാറണം. പിന്നെ ഒരു ASഉം ഒരു TSഉം പിന്നെ ഒരു FSഉം ഫിനാൻഷ്യൽ സാങ്ഷൻ, പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, പിന്നെ ഒരു ടെക്നിക്കൽ സാങ്ഷൻ, പിന്നെ അതിനൊരു അണ്ടിപ്പരിപ്പ് തീറ്റി, പിന്നെ അതിനൊരു കമ്മിറ്റി. ഒരു കാര്യമില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ സതീശൻ സാറേ? നിങ്ങൾ മുത്താണ്. നിങ്ങൾ പലതും ചെയ്യും, നിങ്ങൾ പൊളിക്കും ഇവിടെ. പക്ഷേ ഇതാണ് പൊളിക്കേണ്ടത്. അല്ലാതെ ഉള്ളതെല്ലാം ചുമ്മാ തീവ്ര പരിപാടിയൊക്കെ നടത്തിയ തീവ്ര പരിപാടി കഴിയുമ്പോൾ ആളുകൾ വീണ്ടും അങ്ങ് അകത്ത് കയറും. ഉമ്മൻചാണ്ടി സാർ എന്തോരം പരിപാടിയാണ് നടത്തിയത് ഇവിടെ. പാവം ഈ കേരളം മുഴുവൻ ഓടി നടന്ന് ജനസമ്പർക്ക പരിപാടി നടത്തി. പിറ്റേ ദിവസം ഫയലുകളുടെ കൂമ്പാരമായിരുന്നു എല്ലാ ഓഫീസിലും. അത് പാടില്ല. ഇങ്ങനെ പൊളിക്കുക, അടുക്കുക, പൊളിച്ചടുക്കുക.